അടിയൊഴുക്കുകൾ മാത്രമല്ല ചില പ്രത്യേക രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ അത് നമുക്ക് അനലൈസ് ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് ഇപ്പോഴുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട്സ് അതുപോലെ തന്നെ നമ്മൾ ബൂത്തുകൾ തിരിച്ചുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെയുള്ളൊരു വോട്ടിംഗ് പാറ്റേൺ അല്ല ഇത്തവണ നടന്നിരിക്കുന്നത്. 2021 നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആണ് ഇത്തവണത്തെ വോട്ടിംഗ് പാറ്റേൺ. അത് ബൂത്ത് തിരിച്ച് തന്നെ നമുക്ക് ആ കണക്ക് വരുമ്പോൾ ആ വോട്ടിംഗ് പെർസെൻറ്റേജ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് കഴിഞ്ഞ 2021 ബൂത്തുകളുടെ എണ്ണം കൂടുതലായിരുന്നു നമുക്കറിയാം. അത് കഴിഞ്ഞ് 2024 രണ്ടും കൂടി നമ്മൾ കമ്പയർ ചെയ്തതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അതായത് ബൈ ഇലക്ഷൻ്റെയും കൂടി വെച്ച് നോക്കുമ്പോഴാണ് കൃത്യമായിട്ടുള്ള സ്പ്ലിറ്റ് മനസ്സിലാക്കാൻ കഴിയുക. ഇവിടെ കൺസോളിഡേഷൻ നടന്നിട്ടുണ്ട്. അടിയൊഴുക്ക് മാത്രമല്ല, കൺസോളിഡേഷൻ നടന്നിട്ടുണ്ട്. ഒരു ഭാഗത്ത് മുസ്ലിം വോട്ട്സിൻ്റെ കൺസോളിഡേഷൻ നടന്നു എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ക്രിസ്ത്യൻ വോട്ട്സിൻ്റെ കൺസോളിഡേഷൻ നടന്നിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത പല ബൂത്തുകളിലും, അതായത് ചില ഏരിയാസ് വെച്ച് നമ്മൾ നോക്കുമ്പോഴേക്കും ചിലയിടങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് എൻ ഡി എയുടെ ഒരു ആത്മവിശ്വാസം കൂട്ടുന്ന ഘടകമായി ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ശക്തി കേന്ദ്രങ്ങളായ മുനിസിപ്പാലിറ്റി, നമ്മളെപ്പോഴും വളരെ പെരിഫറലായി മുനിസിപ്പാലിറ്റിയിൽ വോട്ട് കൂടുമോ, എത്ര വോട്ട് കൂടും, അതായിരിക്കും നോക്കുക. പക്ഷേ ഇവിടുത്തെ ക്രിസ്ത്യൻ വോട്ട്സിൻ്റെ പോളിംഗ് എങ്ങനെയാണ്, പ്രത്യേകിച്ചും ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് നമ്മൾ അത്ര ഡീപ്പായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങളിലേക്കോ പാലക്കാട് രൂപത പിന്തുണ പ്രഖ്യാപിക്കുന്നത്, അതായത് UDF-നൊപ്പം പരമ്പരാഗതമായി നിൽക്കുന്ന വോട്ടുകളാണ് ആ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ട്രെൻഡ് നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പോൾ അതുകൊണ്ട് കൂടി ആയിരിക്കാം തൃശ്ശൂർ ആവർത്തിക്കുമെന്നവർ പറയുന്നത്. തൃശ്ശൂരിലും ഇതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ട്സിൻ്റെ ഒരു കൺസോളിഡേഷൻ നടന്നിട്ടുണ്ട്. അത് UDF-ന് ഫേവറബിൾ ആയിരുന്നില്ല. അതുകൊണ്ടാണ് കെ മുരളീധരൻ തേർഡ് പൊസിഷനിലേക്ക് പിന്തള്ളപ്പെട്ടതും. കഴിഞ്ഞ തവണ പ്രതാപന് കിട്ടിയ വോട്ടുകളൊക്കെ നേരെ ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു. അത് പകുതി ഇവിടെ നിന്ന് പകുതി അപ്പുറത്തേക്ക് പോകുന്നു, ആ രീതിയിലല്ല. സമാനമായ രീതിയിൽ ആ പരസ്യവിവാദം സരിൻ അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട് എങ്കിൽ മുസ്ലിം വോട്ട്സിൻ്റെ കൺസോളിഡേഷൻ പിരായിരിയിലടക്കം നടക്കാനുള്ള സാധ്യതയും കുറയുകയാണ്. അതുകൊണ്ടാണ് പിരായിരിയിൽ തങ്ങൾക്ക് വോട്ട് കൂടും എന്ന് LDF കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ നാളത്തെ ആ ഒരു ബൂത്തുകൾ തിരിച്ചുള്ള കണക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. നീണ്ട നിരയുണ്ടായിരുന്നു. പക്ഷേ ആ നീണ്ട നിര ആരെ തുണയ്ക്കാനാണ്? കൂടുതൽ വോട്ടുകൾ വന്നു വീണ 70% മുകളിൽ വോട്ട് വന്നു വീണ ബൂത്തുകൾ നമ്മൾ പ്രത്യേകമായി നാളെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഞാൻ എന്തായാലും ഇതിനെ ഒരു ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ ആയിട്ടാണ് കാണുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് പാലക്കാട്ട് നമ്മൾ കാണുന്നത്. ചേലക്കരയിൽ പക്ഷേ അങ്ങനെയല്ല. ചേലക്കരയിൽ 2021 ഏറെക്കുറെ സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ട്രെൻഡ് പോകാനുള്ള ഒരു സാധ്യത. അവിടെ രമ്യ ഹരിദാസ് വോട്ട് ഉയർത്തും. പക്ഷേ ജയിക്കാനുള്ള സാധ്യത പരമാവധി ഒരു 1000-1000 താഴെയുള്ള ഒരു വോട്ടുകളുടെ വിജയമേ രമ്യയാണ് ജയിക്കുന്നതെങ്കിൽ ഉണ്ടാവുകയുള്ളൂ. അതേസമയം UR പ്രദീപിനുള്ള അഡ്വാൻറ്റേജ് കുറച്ചുകൂടി ഹൈ ആയിട്ടാണ് ബൂത്ത് തിരിച്ചുള്ള കണക്കുകൂട്ടലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് രാധാകൃഷ്ണനും രമ്യ ഹരിദാസും ഏറ്റുമുട്ടിയ ലാസ്റ്റ് ലോക്സഭാ ഇലക്ഷൻ്റെയും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും കൂടി സം വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ LDF നിലനിർത്താനുള്ള ഒരു സാധ്യതയ്ക്കാണ് കുറച്ചുകൂടി വെയിറ്റേജ് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ കാണുന്നത്. പക്ഷേ പാലക്കാട്ട് അങ്ങനെയല്ല. പാലക്കാട്ട് ഈ കൺസോളിഡേഷനിൽ വന്നിട്ടുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ട്. അത് നമുക്ക് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൻ്റെയും ട്രെൻഡ് അല്ല, ഇതൊരു പുതിയ ട്രെൻഡാണ്. പാലക്കാട് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുകയാണ്. ആ ട്രെൻഡിലായിരിക്കും ഇനി അങ്ങോട്ട് പോവുക എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് അവകാശപ്പെടുന്നത് ഷാഫി പറമ്പിലിന് കിട്ടിയ വോട്ടുകൾ, അതായത് പിരായിരിയിലടക്കം മുസ്ലിം കൺസോളിഡേഷൻ അത് സ്പ്ലിറ്റ് ചെയ്ത് പോയാൽ പോലും VK ശ്രീകണ്ഠന് കിട്ടിയ ലോക്സഭയിലെ വോട്ടുകൾ, VK ശ്രീകണ്ഠന് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കിട്ടിയ വോട്ടുകൾ ആസ് സച്ച് രാഹുലിലേക്ക് വരും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ അവിടെ സരിൻ ഒരു ഫാക്ടറായി മാറിയിട്ടുണ്ടോ എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ ജയിക്കാതിരിക്കാൻ വേണ്ടി ഷാഫി പറമ്പിലേക്ക് പോയിട്ടുള്ള ഇടതനുകൂല വോട്ടുകളുണ്ട്. അത് നേരെ തിരിച്ച് സരിനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കഥ മാറും. അങ്ങനെയാണ് ഒരു 38,000 to 42,000 ആ ഒരു റേഞ്ച് LDF ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. മിനിമം 38,000 സരിന് കിട്ടുകയാണെങ്കിൽ അത് അഡ്വാൻറ്റേജ് ടു BJP ആണ്. 38,000 ബിലോ ആണ് സരിൻ ക്ലോസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് ടു UDF ആണ്. അതാണ് നിലവിലെ ഒരു സ്റ്റാറ്റസ് കോ നിൽക്കുന്നത്. ഇനിയിപ്പോൾ സന്ദീപ് വാര്യർ പോയതിനു ശേഷം സന്ദീപ് വാര്യർ പാണക്കാട് തങ്ങളെ കാണാൻ പോയി. അതൊക്കെ അവിടെയുള്ള ഒരു ഹിന്ദു വോട്ട്സിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പേർ ആ ബൂത്തുകളിലൊക്കെ വന്നിരിക്കുന്നത് അത് നാച്ചുറലായി സംഭവിച്ചതാണ് അല്ലെങ്കിൽ ക്യാമ്പയിനിലൂടെ സംഭവിച്ചതാണ് എന്ന് മാത്രം ഞാൻ കരുതുന്നില്ല. പരമാവധി ആളുകളെ ബൂത്തിലെത്തിക്കുന്നതിന് BJPക്ക് അവരുടേതായ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അത് സ്ഥാനാർത്ഥി തന്നെ പറയുകയും ചെയ്തു. ഞങ്ങളുടേതായ ഒരു വോട്ടിംഗ് ലിസ്റ്റ് തന്നെ ഞങ്ങൾ ഉണ്ടാക്കി. അതായത് തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ള ആളുകളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനിലേക്കാണ് അവർ പൂർണ്ണമായും പോയത്. തൃശ്ശൂരിലും സമാനമായ രീതിയിലായിരുന്നു. അത് വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ ആ രീതിയിൽ അവർ വോട്ട് ഉയർത്തുമ്പോൾ മുനിസിപ്പാലിറ്റിയിൽ സരിൻ അവകാശപ്പെടുന്നത് പോലെ സെക്കൻഡ് പൊസിഷനിലേക്ക് വരുമോ എന്നുള്ളത് എനിക്കും സംശയമുണ്ട്. കാരണം UDF-ഉം വോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. പിന്നെ സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാകുമെന്നവർ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 2 ക്ലെയിംസിൻ്റെയും ഒരു ആക്ച്വൽ ഫിഗർ എന്താണെന്നറിയാൻ എനിക്ക് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ കൗതുകമുണ്ട്. കാരണം സന്ദീപിൻ്റെ ഒരു അഡ്വാൻറ്റേജ് UDF-ന് കിട്ടിയിട്ടുണ്ടോ, അതോ സന്ദീപ് പോയത് BJPയെ കൂടുതൽ കെട്ടുറപ്പോടെ ചേർത്ത് നിർത്തിയോ? രണ്ടാമത്തേതാണ് സംഭവിക്കുന്നതെങ്കിൽ പാലക്കാട് ജയിച്ചാലും ഇല്ലെങ്കിലും അത് BJPക്ക് 2026 വഴി തുറക്കലാകും. കാരണം ഇത്രയും ഒരു കെട്ടുറപ്പോടെ
RSS ഒക്കെ ഇത്രയും ആദ്യഘട്ടം മുതൽ തന്നെ ഒരു ചിട്ടയായ ഒരു സംവിധാനത്തിലേക്ക് പാർട്ടിയെ മുഴുവൻ കൊണ്ടുവരികയാണ്. പാർട്ടിയുടെ അധ്യക്ഷൻ മുതൽ ഓരോ സംസ്ഥാന ഘടകത്തിലുള്ള ഓരോരുത്തർക്കും ചുമതലകൾ വിഭജിച്ച് നൽകിക്കൊണ്ടുള്ള ഒരു കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ എഞ്ചിനീയറിംഗിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അവർക്ക് ആസ് എ പാർട്ടി എന്ന നിലയിൽ ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഗുണം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. ഇത്ര നാളും ഇല്ലാതിരുന്ന ശോഭാ സുരേന്ദ്രനായാലും കെ സുരേന്ദ്രനായാലും ഒക്കെ ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇങ്ങനെ ഇത്രയും പിന്നണിയിൽ പണിയെടുക്കുന്ന ഒരു കാഴ്ച സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതൊരു ഫാക്ടറാണ്. അതൊക്കെ അവർക്കൊരു അഡ്വാൻറ്റേജ് ആകുന്ന ഘടകങ്ങളാണ്. അതേസമയം ഈ DCCയുടെ കത്തൊക്കെ അത് DCCക്കുള്ളിൽ ഭിന്നതയുണ്ടോ, പിരാരിയിൽ നിന്നൊക്കെ 1-ാം വാർഡിലെ വാർഡ് മെമ്പർ അടക്കം CPIഎമ്മിലേക്ക് പോകുന്നു, അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പിരാരിയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ CPIഎമ്മിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തത് അവർക്ക് അഡ്വാൻറ്റേജായി മാറിയിട്ടുണ്ടോ, അത് പിരാരിയിലെ വോട്ട് കുറയ്ക്കുന്നുണ്ടോ? പിരായിരിയിൽ വോട്ട് കുറയുന്നത് അത് UDFനെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായും ബാധിക്കുക. അപ്പോൾ CPIഎമ്മിൻ്റെ ആ ഒരു ഓപ്പറേഷൻ അത് എത്രത്തോളം തുണച്ചിട്ടുണ്ട്, അത് മറുഭാഗത്ത് BJPക്ക് ഗുണമായിട്ടുണ്ടോ? ഈ പരമ്പരാഗത ക്രിസ്ത്യൻ വോട്ടുകൾ ആസച്ച് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പോയിന്റുകൾ. പിന്നെ ഈ BJP അവരുടെ പരമാവധി വോട്ടുകൾ പോൾ ചെയ്തു എന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ കേഡർ വോട്ടുകൾ എത്രയാണ് എന്നുള്ളതിന് കൃത്യമായ കണക്ക് നാളത്തെ വോട്ടെണ്ണലിലൂടെ ബോധ്യമാകും. അത് 43,000 ആണോ, അതോ അവർ അവകാശപ്പെടുന്നത് പോലെ 52,000 ആണോ? ഞങ്ങളുടെ വോട്ടുകൾ ഇത്രയാണ് എന്ന് അവകാശപ്പെടുന്നത് പോലെ കേഡർ വോട്ടുകളുടെ കൃത്യമായ കണക്കും നാളെ അറിയാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ബൂത്ത് ഏജൻറ്റുമാരെ നമ്മൾ ഈ ഔട്ട് ബൂത്തുകൾ പരിശോധിക്കുമ്പോൾ ബൂത്ത് ഏജൻറ്റുമാർ മോർണിംഗ് ടു ഈവനിങ് എത്രത്തോളം ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് ഒരു ഘടകമാണ്. അതായത് തങ്ങളുടെ കൈവശമുള്ള പട്ടിക വെച്ച് പരമാവധി വോട്ടുകൾ ബൂത്തിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ കൃത്യമായി എവിടെയൊക്കെയാണ് നമുക്ക് ചോർച്ചയുണ്ടായിട്ടുള്ളത് അതനുസരിച്ചുള്ളൊരു കണക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ UDFനേക്കാളും കുറച്ചുകൂടി അഗ്രസീവായി നിന്നത് LDFും BJPയുമാണ്, അല്ലെങ്കിൽ LDFും NDAയുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം UDFിൻ്റെ ഒരു ഔട്ട് ബൂത്തുകളിലെ പെർഫോമൻസ് ഈ 2 എണ്ണം കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോഴേക്കും ആ രീതിയിൽ പോൾ ചെയ്യിപ്പിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടോ എന്നതിൽ സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നെക്ക് ടു നെക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൽ C. കൃഷ്ണകുമാർ വിജയിക്കില്ല എന്ന് ഞാൻ ഇപ്പോഴും പറയില്ല. കാരണം C. കൃഷ്ണകുമാർ വിജയിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് അത് തന്നെ ആ ഒരു അഭിപ്രായത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുക. Meet the editors.